പ്രകോപനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നോക്കാതെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യയുടെ സഹിഷ്ണുത ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഉദാഹരണമാണെന്നും ഡിസ്കവറി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഡോവൽ വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മറുപടി നൽകുമെന്ന പ്രകോപനപരമായ പ്രസ്താവന അടുത്തിടെ പാകിസ്ഥാൻ നടത്തിയിരുന്നു. We will go after them. वो जमीन में हो, आसमान में हो, पाताल में हो, जहाँ भी है, we will not forgive. തുടർച്ചയായി പ്രസ്താവനകളിലൂടെ പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നൽകിയത്. പ്രത്യാഘാതങ്ങൾ വകവയ്ക്കാതെ ശത്രുക്കൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അനന്തരഫലങ്ങൾ ആലോചിച്ച് അത്തരം നടപടികളിൽ നിന്ന് പുറകോട്ട് പോകില്ലെന്നും ഇന്ത്യയുടെ സഹിഷ്ണുത ദൗർബല്യമായാലും തെറ്റിദ്ധരിക്കരുതെന്നും അജിത് ഡോവൽ പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയതെന്നും ഡിസ്കവറി ചാനലിന്റെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയിൽ അജിത് ഡോവൽ വ്യക്തമാക്കി. Once anything starts, we are willing to go as far as it is necessary for a nation to preserve its sovereignty, and there is no limits on that. We fight till the last drop of the blood. പാകിസ്ഥാന്റെ ഓരോ ഭാഗവും ബ്രഹ്മോസ് മിസൈലിന്റെ പരിധിയിലാണെന്ന പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈനിക നീക്കത്തിനിടെ ഭീകര കേന്ദ്രങ്ങൾക്കപ്പുറം പാകിസ്ഥാന്റെ സൈനിക സിവിലിയൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നില്ല. അത് ഇന്ത്യയുടെ ക്ഷമയെയും നിയന്ത്രണത്തെയുമാണ് കാണിക്കുന്നത്. ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ അപേക്ഷിക്കേണ്ടി വന്നെന്നും അജിത് ഡോവൽ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് റദ്ദാക്കിയ സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് കടുത്ത മറുപടി നൽകുമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രതികരണങ്ങൾക്കിടെയാണ് അജിത് ഡോവൽ പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.